സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കാരുണ്യസ്പർശം പദ്ധതിയിൽ അനിൽകുമാറിന്റെ കുടുംബത്തിന് ധനസഹായം വിതരണം ചെയ്തു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കാരുണ്യസ്പർശം പദ്ധതി ARD9 അനിൽകുമാർ മരണാന്തര കുടുംബസഹായ ഫണ്ടായ 5 ലക്ഷം രൂപയുടെ വിതരണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി വെളി ഹാളിൽ നടന്നു. ഇതിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കാനായിട്ട് കൗൺസിലിന് തീരുമാനമെടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഈ ഇതിനെ കാണണം. ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും തന്നെ ഇതിൽ പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാരുണ്യയിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എല്ലാവരും ഉണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളായിട്ടൊരു മനുഷ്യനെ ചെറിയ രീതിയിൽ സഹായിക്കുക എന്നുള്ളത് അങ്ങനെ ഉണ്ടാകും. അല്ലാണ്ട് ഞാൻ 3000 രൂപ കൊടുത്ത് ചേർന്നു എനിക്ക് 5 ലക്ഷം കിട്ടും ഒരു ബിസിനസ്സായി കാണരുത്. ഇത് നമ്മൾ ഒരു ബിസിനസ്സായി കാണരുത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് കാണണം. കാരണം നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ കൂടപ്പുറപ്പ് പോലെ നടക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഒരു കുടുംബത്തിന് മരണം ഉണ്ടായി കഴിയുമ്പോൾ അവരെ കൈത്താങ്ങായിട്ട് സഹായിക്കാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വീട്ടുകാരുണ്ടായിരുന്നിരിക്കില്ല. ആ കുടുംബത്തിൽ വീട്ടുകാരിൽ സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ ചെയ്യണമെന്നില്ല, മനസ്സുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു 200 കൊടുത്തുകൊണ്ട് സഹായിക്കുക, അങ്ങനെ ഉണ്ടാൽ മതി. പുറത്ത് പോയിട്ട് 2 പൊറോട്ട ഒരു ബീഫ് ഒരു ചായ കുടിച്ച് 200 രൂപയായി. AKRRDA കൊച്ചി CRO പ്രസിഡന്റ് ഷിബുദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MB ബഷീർ സ്വാഗതം പറഞ്ഞു. AKRRDA സംസ്ഥാന പ്രസിഡന്റ് മുൻ MLA-മായ ജോണി നെല്ലൂർ ഉദ്ഘാടനവും അനിലിന്റെ കുടുംബത്തിന് തുക കൈമാറുകയും ചെയ്തു. കൊച്ചി സിറ്റി റേഷനിംഗ് ഓഫീസർ വിനോദ് കൃഷ്ണകുറുപ്പ് മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തി. AKRRDA ജില്ലാ പ്രസിഡന്റ് VV ബേബി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി KK ഇസഹാക്ക്, ജില്ലാ സെക്രട്ടറി ഷെല്ലി പുതുശ്ശേരി, കൊച്ചി CRO സെക്രട്ടറി ഷിബു പത്രൂസ്, വൈസ് പ്രസിഡന്റ് TS ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. 16 മരണങ്ങൾ ഇതിനകം സംഭവിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് വേണ്ടി ആഹോരാത്രം ഓടി നടന്നു രാപ്പകലില്ലാണ്ട് അധ്വാനിച്ച വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന സംസ്ഥാന നേതാക്കൾ, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, അവരൊക്കെ. പക്ഷെ അതിൻ്റെ ഒരു ഗൗരവം നമ്മളെ വ്യാപാരികളെ അങ്ങനെ ഉൾക്കൊള്ളുന്നില്ല. കാരണം അവര് അധ്വാനിച്ച് അത് എത്രത്തോളം എന്തിനു വേണ്ടി എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു പദ്ധതി, നമ്മൾ ഈ പദ്ധതിയിൽ ചേരുന്നത് നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾക്ക് 5 ലക്ഷം മോഹിച്ചിട്ടല്ല. നമ്മൾ ചികിത്സാ സഹായം, മറ്റുള്ളവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഫണ്ട്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 200 രൂപ നമ്മൾ വെച്ച് കൊടുക്കുന്നു. പക്ഷെ ആ 200 രൂപ ഓരോ തരാനായിട്ട് ചില ആളുകൾ മടി കാണിക്കുന്നവരുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം പറയുന്നത് മൊത്തം നമ്മൾ ഈ ഗ്രൂപ്പിന്റെ വാട്സപ്പൊക്കെ നോക്കുമ്പോൾ ഓരോരുത്തര കമന്റ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.